UDFിന്റെ നേതാവായിട്ടുള്ള KS ശബരിനാഥൻ തുടിച്ചുകൊണ്ട് നിൽക്കുന്നത് കാഴ്ചയാണ് ഇന്നലെ വിധി വന്നതിന് ശേഷം കാണാൻ തുടങ്ങിയത്. എന്തിനാണ് KS ശബരിനാഥൻ ഇങ്ങനെ തുടിക്കുന്നത്? ശബരിനാഥൻ പറഞ്ഞത് ഇനി തലയിൽ മുണ്ടിട്ട് വേണം നഗരവാസികൾ നടക്കേണ്ടതെന്നാണ്. ഒരു കാര്യം ചെയ്യാം, ശബരിനാഥന് BJPയുടെ കണക്കായിട്ട് ഒരു കെട്ട് മുണ്ട് വാങ്ങിക്കൊടുക്കാം. ഇടത് വലത് മുന്നണികളുടെ നേതാക്കന്മാർ സുഗതനെ കൊടും ഭീകരനായിട്ടാണ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ പ്രസ്താവനകളും ഇവരുടെ സംസാരങ്ങളും കേട്ടാൽ സുഗതൻ നൂറുകണക്കിന് ആൾക്കാരെ കൊലപ്പെടുത്തിയ കൊടും ഭീകരനാണ്, തീവ്രവാദിയാണ് എന്നുള്ള നിലയിലാണ് ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള LDFും ശബരിനാഥിന്റെ നേതൃത്വത്തിലുള്ള UDFും ചേർന്നുള്ള ഇന്ത്യ മുന്നണി നേതാക്കന്മാർ പറയുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആർ സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സൗകര്യമൊരുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ആർ സുഗതൻ ജനവിധിയെ മാനിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതാണ് എന്നുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി വന്നതിന് ശേഷം UDFിന്റെ നേതാവായിട്ടുള്ള KS ശബരിനാഥൻ തുടിച്ചുകൊണ്ട് നിൽക്കുന്നത് കാഴ്ചയാണ് ഇന്നലെ വിധി വന്നതിന് ശേഷം കാണാൻ തുടങ്ങിയത്. എന്തിനാണ് KS ശബരിനാഥൻ ഇങ്ങനെ തുടിക്കുന്നത്? പൊതുസമൂഹത്തിന് മനസ്സിലാവുന്നില്ല, ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഈ തുടിപ്പ്? ശബരിനാഥൻ ഒന്ന് മനസ്സിലാക്കണം. ഈ വിധി വന്നതിന് ശേഷം വളരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലാണ് ശബരിനാഥൻ ഓരോ പ്രസ്താവനകളും ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തുടിച്ച് UDF നഗരസഭയിലെ വലിയ പ്രതിപക്ഷമാണ്, ഞാനാണ് ഇതെല്ലാം നയിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനാണോ, അതോ വിവരമില്ലായ്മ കൊണ്ടാണോ എന്നുള്ളതാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ശബരിനാഥൻ പറഞ്ഞത് ഇനി തലയിൽ മുണ്ടിട്ട് വേണം നഗരവാസികൾ നടക്കേണ്ടതെന്നാണ്. ഒരു കാര്യം ചെയ്യാം, ശബരിനാഥന് BJPയുടെ കണക്കായിട്ട് ഒരു കെട്ട് മുണ്ട് വാങ്ങിക്കൊടുക്കാം. ഓരോ ദിവസവും ശബരിനാഥന് തലയിൽ മുണ്ടിട്ട് നടന്നാൽ മതി. ഇതാണ് BJPക്ക് പറയാനുള്ളത്. ശബരിനാഥന്റെ ഒരു കാര്യം പറയാം, കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ജയിലിൽ കിടന്നും ലോക്കപ്പ് മർദ്ദനമേറ്റും കേസുകളിൽ പ്രതിയായും സമരക്കേസുകളിൽ പ്രതിയായി തന്നെയാണ് കേരളത്തിലെ പല നേതാക്കന്മാരും മന്ത്രിയായിട്ടുള്ളത്, MLA ആയിട്ടുള്ളത്. അതുകൊണ്ട് നാളെ സമയത്ത് ഇവിടുത്തെ പോലീസുകാർക്ക് നാളെ ആർ സുഗതനെ സല്യൂട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നുകൂടാന്നുമില്ല. അങ്ങനെ വരും. ഈ സാഹചര്യം അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരും. ജനങ്ങൾ സുഗതനോടൊപ്പമാണ്. ഈ തരത്തിൽ ശബരിനാഥൻ തുടിക്കേണ്ട ഒരു കാര്യമില്ല. ശബരിനാഥൻ മുന്നറിയിപ്പ് നൽകുകയാണ്. നാളെ ശബരിനാഥൻ നഗരസഭയിലെ ശബരിനാഥൻ സുഗതം വരുന്ന സമയത്ത് ഒരു സഹപ്രവർത്തകനായി പ്രവർത്തിക്കേണ്ടതാണ്. സുഗതയെപ്പോലുള്ള ഒരു ജനപ്രതിനിധിയെ ഒരു കാപ്പ കേസിൽ എങ്ങനെ പ്രതിയാക്കി എന്നുള്ളത് ഞാൻ നേരത്തെ വിശദീകരിച്ചു. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒട്ടനവധി കേസുകൾ ചേർത്ത് രാഷ്ട്രീയപരമായി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ രാഷ്ട്രീയ പകപോക്കലാണ്. ആ പകപോക്കലിന് കൂട്ടുനിൽക്കാൻ, കുടപിടിക്കാൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള UDF സർക്കാരും ശ്രമിച്ചു. അതിൽ തീരുമാനമെടുത്താണ് കാപ്പ ബോർഡ് സുഗതന്റെ കാപ്പ അംഗീകരിച്ചത്. അത് ഞങ്ങൾ നിയമപരമായി ബഹുമാനപ്പെട്ട കോടതികളുണ്ട്, ഞങ്ങൾ നിയമപരമായി പോകും. നിയമപരമായി പോയി സുഗതനെ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് ശബരിനാഥനും വേണ്ട, ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ശിവൻകുട്ടിയും വേണ്ട. ഇവർക്ക് രണ്ടുപേർക്കാണ് ഏറ്റവും കൂടുതൽ തുടിപ്പുള്ളത്. ഇവർക്ക് തുടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇവിടെ കോർപ്പറേഷൻ ഭരണം കഴിഞ്ഞ 6 മാസക്കാലമായി നല്ല രീതിയിൽ പോവുകയാണ്. നല്ല രീതിയിൽ പോകുന്നു എന്നുള്ളത് പൊതുസമൂഹം അംഗീകരിക്കുകയാണ്. ഈ ഭരണസമിതിയെ ഭരിക്കാൻ അനുവദിക്കണമെന്നാണ് ഇവിടെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി പൊതുസമൂഹം ജനങ്ങൾ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ കുടികെട്ടി സമരം ചെയ്ത LDF ഇപ്പൊ എവിടെ പോയി? സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്ത ആ നിമിഷം സമരം നിർത്തി പോയെന്നാണ് അറിഞ്ഞത്. അപ്പൊ ഇതുവരെ ദിവസം അവർ സമരം എന്തിനാ ചെയ്തത്? സുഗതനെ പുറത്താക്കാനാണ്. സുഗതനെ പുറത്താക്കാനുള്ള കാര്യമുണ്ടോ? ഇപ്പൊ LDFിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജനങ്ങളെ മുമ്പിൽ ഒന്ന് ഞങ്ങളുടെ ഭരണം നഷ്ടപ്പെട്ടു, അതിന് നിരാശയൊന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഗിമിക്സ് ആയിരുന്നു. അല്ലെങ്കിൽ
45 വർഷക്കാലം ഇവർ ഭരിച്ച് മുടിച്ച ഈ നഗരസഭ രക്ഷപ്പെടുന്നതിന്റെ അസൂയയും നിരാശയുമാണ്. ഇപ്പൊ ഗവൺമെന്റ് വേദികളിൽ പോലും തിരുവനന്തപുരം നഗരത്തിലെ CPM-ന്റെ MLA ഇല്ല, CPM-ന്റെ പ്രാതിനിധ്യമില്ല. അതിന്റെയൊക്കെ വളരെ നിരാശയും ദുഃഖവും കൊണ്ടാണ് ഇവരെല്ലാം ഇത് കാട്ടിക്കൂട്ടുന്നത്. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത്, കാലാകാലങ്ങളിൽ ജനവിധി അനുകൂലമായും പ്രതികൂലമായും വരും. പക്ഷെ അതിനെയൊക്കെ സഹിക്കാനും പൊറുക്കാനും ജനവിധിയെ മാനിക്കാനും ജനവിധി അനുകൂലമായി വരുമ്പോൾ അഹങ്കരിക്കാതിരിക്കാനും ജനവിധി പ്രതികൂലമാകുമ്പോൾ അതിനെ നശിപ്പിക്കാൻ ആ ജനവിധിയെ ബഹുമാനിക്കാതിരിക്കാനും കഴിയണം. അതിന് LDF-ന്റെ നേതാക്കന്മാരും പഠിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.